വിശ്വാസയോഗ്യമായ നിലയിൽ ഇന്നലെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടു എന്ന വാർത്ത കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാ പരിശുദ്ധമായ ദുൽഖഅദ മാസം 30ാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ദുൽഹിജ്ജ എന്ന പവിത്രമായ മാസം നമ്മളിലേക്ക് വരികയാണ്. പവിത്രതയേറെയുള്ള ഈ ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ അമലുകളിൽ മുഴുകേണ്ട ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, ഏതു സൂറത്താണ് ഏറ്റവും കൂടുതൽ ഓതേണ്ടത്, വിശദമായ ചർച്ച ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. മുഴുവനായും കേൾക്കാൻ വിട്ടുപോകരുത്. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദുൽഹിജ്ജ മാസം, ദുൽഖഅദ മാസം എല്ലാം നമുക്ക് അനുകൂലമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ, പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ആരൊക്കെ ദുആ വസിയത്തായി ഏൽപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്, അതുപോലെ പ്രയാസങ്ങളാണ്, കടങ്ങളാണ്, ദുഃഖമാണ്, പ്രതിസന്ധിയാണ്, മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക, അങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് പറയാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി കൊടുക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളുടെയൊക്കെ റിസൾട്ട് പലതും വന്നു, പലതുമൊക്കെ ഇനി വരാനുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്ക് ഉന്നതമായ വിജയവും അതുപോലെ തുടർ പഠനത്തിൽ എല്ലാവിധ നന്മയും ബറക്കത്തും സന്തോഷവും എളുപ്പവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഒരുപാട് പേർക്ക് അൽഹംദുലില്ലാ ഫുൾ A+ ഉണ്ട്. വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ഫുൾ A+ ഒന്നുമില്ല, ഒരു 5 A+ ആണ്, അല്ലെങ്കിൽ 4 A+ ആണ്. ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. A+ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ എന്താണ് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത്. അങ്ങനെ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിക്ക് അങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള വേദനിപ്പിക്കുന്ന വർത്തമാനവും പറയാൻ പാടില്ല. കാരണം അവനെ കണ്ടുപിടിക്കടാ, ഇവനെ കണ്ടുപിടിക്കടാ, നീയൊക്കെ എന്താ പഠിച്ചത്, നീ ഒന്നിച്ചല്ലേ നിങ്ങൾ ട്യൂഷന് പോയത്, ഒന്നിച്ചല്ലേ സ്കൂളിൽ പോയത്, എന്നിട്ടെന്താ നിനക്ക് മാർക്ക് കുറഞ്ഞത് എന്ന് പറഞ്ഞ് ആരും വഴക്ക് പറയരുത്. കാരണം ഇന്നത്തെ മക്കളാണ് തൊട്ടതിനും പിടിച്ചതിനും ഞാൻ മരിച്ചു കളയും എന്ന് ചിന്തിക്കുക. ചെറിയ മക്കൾ തന്നെ മരിച്ചു കളയും എന്നുള്ള ആ ഒരു ആത്മഹത്യ ചിന്ത കൂടുതലുള്ള ഒരു ജനറേഷനാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയൊക്കെ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കണം. പല കുടുംബത്തിലും ഇപ്പോൾ വഴക്കുകളൊക്കെ നടക്കുന്നു എന്നറിഞ്ഞു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ +2ന്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞു. അൽഹംദുലില്ലാ അവർക്കൊക്കെ ഇനി തുടർ പഠനം അല്ലാഹു തആല ഖൈറിലും എളുപ്പത്തിലുമാക്കി കൊടുക്കട്ടെ. ഇനിയൊക്കെ ഉണ്ട്, ഒരുപാട് റിസൾട്ടുകളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു റിസൾട്ട് വന്നു, വലിയൊരു സന്തോഷത്തിലാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഉള്ളത്, അല്ലേ? ഇപ്പോൾ 10 വർഷത്തെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണം അത് മാറി ഒരു പുതിയ പാർട്ടി നമ്മുടെ കേരളത്തിൽ അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് അവരുടെ സത്യപ്രതിജ്ഞയാണ്. അപ്പോൾ നമ്മളൊക്കെ വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പുതിയ പാർട്ടിയുടെ ഒരു മധുവിധുക്കാലം അല്ലെങ്കിൽ ഹണിമൂൺ പീരീഡിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ മന്ത്രിമാർക്കും വ്യത്യസ്തമായ വകുപ്പുകൾ കൊടുക്കുന്നു. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഇനി ഒന്ന് റൂട്ടായി വരണം. ഇപ്പോഴേ പല ആളുകളും വിമർശിക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ആ പാർട്ടിയുടെ ആളായതുകൊണ്ട് പറയല്ല കേട്ടോ, ഞങ്ങൾ അങ്ങനെ ഉസ്താദ് ആ പാർട്ടിയാണ്, ഉസ്താദ് ഈ പാർട്ടിയാണെന്നും പറയണ്ട. നമ്മുടെ വിഷയമൊന്നും അതല്ല, ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആ ഒരു റൂട്ടിലേക്ക് അവർ കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും. പോരായ്മകളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. എന്തായാലും നല്ലൊരു ഭരണം നമ്മുടെ സമുദായത്തിനും നമ്മുടെ നാടിനും നമ്മുടെ വീടിനും നമ്മുടെ രാജ്യത്തിനുമൊക്കെ ഗുണപ്രദമാകുന്ന നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവർക്ക് തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിൽ എല്ലാവിധത്തിലുള്ള സാഹോദര്യവും സമാധാനവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആരക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇനി ചില ആളുകൾ ഉസ്താദിനെ വിമർശിക്കാൻ വേണ്ടി, ഉസ്താദെ ഇത് പുതിയ പാർട്ടിയൊന്നുമല്ല, ഇത് പണ്ട് മുതലേ ഉള്ള പാർട്ടിയാണ്. ആയിക്കോട്ടെ, പണ്ട് മുതലേ ഉള്ള പാർട്ടിയാണ്. ഒരു 10 വർഷത്തെ നമ്മുടെ കേരളത്തിലെ ഭരണത്തിന് ശേഷം ആ പഴയ പാർട്ടി പുതുതായിട്ട് നമ്മുടെ ഭരണത്തിലേക്ക് വന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു നമുക്കൊക്കെ നല്ല ഖൈർ തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ ഞായറാഴ്ച വിശുദ്ധമായ ദുൽഖഅദ മാസം 29 ഇന്നലെ മഗ്‌രിബോടുകൂടി വിശ്വാസയോഗ്യമായ നിലയിൽ നിലാവ് കണ്ടു, പിറ കണ്ടു എന്ന വാർത്ത കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിങ്കളാഴ്ച പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം 30ാമത്തെ ദിവസം നമ്മൾ പൂർത്തിയാക്കുകയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ദുൽഹിജ്ജ എന്ന പുണ്യമായ
പവിത്രതയേറെയുള്ള ഒരു മാസം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്ന് ദുൽഖഅദ മാസം 30-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി ദുൽഹിജ്ജ വരുന്നു. അപ്പോൾ ഒരു മാസം പോകുന്നു, മറ്റൊരു മാസം വരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഈ മാസത്തിൽ നമ്മൾ ചെയ്ത മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഇനി വരുന്ന മാസത്തിൽ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് അവസരം തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ മഗ്‌രിബോട് കൂടി ദുൽഖഅദ മാസം വിട പറയുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താണ്, മാസം പൂർത്തിയായി നമ്മൾ പുതിയ മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു അറബി മാസം തുടക്കത്തിൽ നമ്മൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഈ ഇന്നത്തെ മഗ്‌രിബിന് ശേഷം, ഇനിയിപ്പോൾ നിലാവ് കാണാൻ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ മഗ്‌രിബിന് ശേഷം ഒരു ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഏത് ദുആയാണ്? മാസം പൂർത്തിയായാലോ അല്ലെങ്കിൽ നിലാവ് കണ്ടാലോ പറയേണ്ട ദുആ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ اللهم أهله علينا بالأمن والإيمان والإسلام والتوفيق لما تحب وترضى ربنا وربك الله എന്ന ദുആ നമ്മൾ മറന്നു പോകാൻ പാടില്ല. പറ്റുന്ന എല്ലാവരും ഇന്നത്തെ മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഈ വരുന്ന ദുൽഹിജ്ജ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ വലിയ ബർക്കത്തും റാഹത്തും സമാധാനവും ഒക്കെ നമ്മുടെ കുടുംബത്തിനും നമുക്കൊക്കെ ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ മുൽക്ക് പറ്റുന്നവർ ഓതുക. പിന്നെ നാളെ ഇന്നത്തെ മഗ്‌രിബോടുകൂടി വിശുദ്ധമായ ദുൽഹിജ്ജ മാസം തുടങ്ങുന്നു. നാളെ ദുൽഹിജ്ജ 1-ആണ്. ദുൽഹിജ്ജ 1-ാമത്തെ ദിവസം മുതൽ 9-ാമത്തെ ദിവസം വരെ പ്രത്യേകമായി നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കാൻ മറന്നു പോവണ്ട. നാളെ നോമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, റമദാനിൽ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ദുൽഹിജ്ജ മാസത്തിൽ സുന്നത്തായ ഒരു നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ 2 നിയ്യത്ത് നമുക്ക് നാളത്തെ നോമ്പിന് വെക്കാൻ പറ്റുന്നതാണ്. കൂട്ടത്തിൽ പറയട്ടെ, ഇന്ന് ദുൽഖഅദ 30-ാമത്തെ ദിവസമാണ്. ദുൽഖഅദ 30-ാമത്തെ ദിവസം ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ഈ പ്രാവശ്യം ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ നഖവും മുടിയും മറ്റു രോമങ്ങളൊക്കെ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നാളെ ദുൽഹിജ്ജ 1-ാമത്തെ ദിവസമാണ്. അപ്പോൾ ദുൽഹിജ്ജ 1 മുതൽ എന്നാണോ നമ്മുടെ മൃഗത്തെ നമ്മൾ അറുക്കുന്നത് അന്ന് വരെ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ നഖവും മുടിയൊന്നും നീക്കം ചെയ്യാൻ പാടില്ല. നീക്കം ചെയ്യൽ കറാഹത്താണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഉളഹിയത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തൽക്കാലം കടക്കുന്നില്ല. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിലേക്ക് വരുന്ന ദുൽഹിജ്ജ മാസത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് ഇബാദത്ത് എടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ചോദിച്ച ഒരു സംശയത്തിൻ്റെ മറുപടി ഇന്നത്തെ ക്ലാസ്സിൽ പറയാം. പലരും ചോദിച്ചു, ഉസ്താദേ 2026 ബലിപെരുന്നാൾ എന്നാണ്? 2026 ബലിപെരുന്നാൾ ഇന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്ന് ദുൽഖഅദ മാസം 30. നാളെ ദുൽഹിജ്ജ 1-ആണ്. ദുൽഹിജ്ജ 10-നാണ് ബലിപെരുന്നാൾ ഉള്ളത്. ഇനിയിപ്പോൾ ദുൽഹിജ്ജ 10-ന്റെ അന്ന് അതിൻ്റെ തലേ ദിവസം നിലാവ് കാണാനും പിറ കാണാൻ അങ്ങനെയൊന്നുമില്ല. ദുൽഹിജ്ജ 10-ാമത്തെ ദിവസമാണ് ബലിപെരുന്നാൾ. ഇന്ന് ദുൽഖഅദ 30-ആണ് തിങ്കളാഴ്ച. നാളെ ദുൽഹിജ്ജ 1-ആണ് ചൊവ്വാഴ്ച. അപ്പം അങ്ങനെ കൂട്ടുവാണെങ്കിൽ 28-ാം തീയതി വ്യാഴാഴ്ചയാണ് നമുക്ക് ബലിപെരുന്നാൾ ഈ വർഷം വരിക. നമുക്ക് അറഫ നോമ്പോ 27-ാം തീയതി ബുധനാഴ്ച പകലായിരിക്കും അറഫ നോമ്പ് വരിക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ വ്യത്യാസമുണ്ടാവാം. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ 27-ാം തീയതി ബുധനാഴ്ച അറഫ നോമ്പാണ്. 28-ാം തീയതി വ്യാഴാഴ്ചയാണ് ബലിപെരുന്നാൾ. അപ്പോൾ ആ ഒരു സംശയം മാറിയില്ലേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ ശ്രേഷ്ഠതയുള്ള അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച ഒരു മാസമാണല്ലോ ദുൽഹിജ്ജ മാസം. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യം. ഈ 10 രാത്രി എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസമാണ്, അല്ലെങ്കിൽ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്, അല്ല ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. ഇതിൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അല്ലാഹു തആല ഖുർആനിൽ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം വിശുദ്ധ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരുപാട് ശ്രേഷ്ഠത, ഒരുപാട് മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അഫ്ളലു അയ്യാമുദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. റമളാനിന്റെ അവസാനത്തെ 10 ദിവസം, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഏതോ ഒരു രാത്രിയാണല്ലോ ലൈലത്തുൽ ഖദ്ർ വരിക. അപ്പൊ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്.
പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറഫയുടെ പകലാണ്. ഈ അറഫയുടെ പകൽ വരുന്നത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അത് റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. എന്തുമാവട്ടെ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എത്രമാത്രം ശ്രേഷ്ഠത മഹത്വം വരാനുള്ള കാരണം എന്താണ്? മഹാന്മാര് പറയുന്നു, ഇജ്തിമാഉ മുഹിമ്മാത്തുൽ ഇബാദാത്തി ഫീഹാ, പരിശുദ്ധമായ ദീനിന്റെ മുഖ്യമായ ഒരുപാട് അമലുകൾ ഒന്നിച്ചു ചേരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അല്ലെ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സ്വതക്കയുണ്ട്, തക്ബീറുകൾ പറയലുണ്ട്, അതുപോലെ തന്നെ തൽബിയത്ത് പറയലുണ്ട്, ഹജ്ജുണ്ട്, ഉദ്ഹിയ്യത്തുണ്ട്, ഉംറയുണ്ട്, എല്ലാം കൂടി ചേർന്ന് വരുന്ന, അതായത് വിശുദ്ധ ഇസ്ലാമിന്റെ പുണ്യമായ അമലുകളിൽ എല്ലാ അമലുകളും ഒന്നിച്ച് ചേർന്ന് വരുന്ന ദിവസങ്ങളാണ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ 10 ദിവസങ്ങളിൽ ഓരോ ദിവസവും ലികുല്ലി യൗമിൻ അൽഫു യൗം എന്നാണ്. ഓരോ ദിവസവും 1000 ദിവസത്തെ പോലെയാണ്. ഒരു ദിവസം 1000 ദിവസത്തെ പോലെയാണ്. അതായത് ഒരു അമൽ ചെയ്താൽ തന്നെ ഇരട്ടി 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 അല്ലാഹു തആല പ്രതിഫലം തരുന്ന ദിവസങ്ങളാണ് നമ്മളിലേക്ക് ഇതാ ആഗതമായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ ആദ്യത്തെ 10 ദിവസങ്ങളിൽ എന്തൊക്കെ അമലുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഇൻഷാ അല്ലാഹ് ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം ഒന്ന് തഅലീമാണ്. ആദ്യമായി നമ്മൾ ഈ മാസത്തിൽ ഒന്നാമതായി ചെയ്യേണ്ടത് തഅലീമാണ്. അതായത് ഈ മാസത്തോടൊരു ബഹുമാനം ഉണ്ടാവണം. ഇനി വരുന്ന ദിവസത്തോടൊരു ആദരവുണ്ടാവണം. നമ്മുടെ നാട്ടിൽ നമുക്ക് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെയാണ് ബലിപെരുന്നാളാണ്. പക്ഷേ പ്രധാനപ്പെട്ട അമൽ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏകദേശം 10-25ഓളം വരുന്ന ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടി വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ തുടങ്ങാൻ അത് കാത്തിരിക്കുന്ന ദിവസങ്ങളാണ്. ലോകം മുഴുവനും, ലോകത്തിലെ കോടാനുകോടി മലായിക്കത്തുകൾ, ലോകത്തിലെ കോടാനുകോടി നല്ലവരായ ജിന്നുകൾ, അവരൊക്കെ കാത്തിരിക്കുന്നു, ലോക മുഅ്മിനീങ്ങൾ കാത്തിരിക്കുന്നു ഹജ്ജിന്റെ ആ സുന്ദരമായ ദിവസങ്ങൾക്ക് വരാൻ. അപ്പോൾ ഈ മാസം വലിയ ബഹുമാനം, ആദരവ് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അല്ലെ, വമയുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഈ മാസത്തെ അല്ലാഹു ആദരിച്ച മാസം കൂടിയാണിത്. അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച മാസം കൂടിയായതുകൊണ്ട് ഈ മാസത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. എങ്ങനെ ബഹുമാനിക്കണം? നന്മകൾ ഒരുപാട് കൊണ്ട് ചെയ്യുക, തിന്മകളിൽ നിന്നും മാറി നിൽക്കുക, മാത്രമല്ല സുന്നത്തായ കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഈ മാസത്തെ ബഹുമാനിക്കേണ്ടത്. അപ്പൊ ഈ മാസത്തെ ബഹുമാനിക്കുക, ആദരിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ബഹുമാനം ഉണ്ടാവണം, നന്മകൾ അധികരിപ്പിക്കണം. 2, ആ നന്മയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫജ്ർ ഓതിയാൽ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുകയും ദറജകൾ, നമ്മുടെ പദവികൾ അല്ലാഹു തആല ആഖിറത്തിലും ദുനിയാവിലും ഉയർത്തുകയും ചെയ്യുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതോടൊപ്പം തന്നെ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്ത് യാസീൻ. യാസീൻ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഓതാറുണ്ട്. പക്ഷേ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം യാസീൻ ഓതൽ പ്രത്യേകം നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതി ഓതേണ്ട ഒരു സൂറത്താണ് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ഓരോ ദിവസവും 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം, കടം, സിഹർ, രോഗങ്ങൾ, പാപങ്ങൾ, നിഫാഖ് എല്ലാത്തിനെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നു. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്നതാണ്. ഇനിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ പരമാവധി സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അതോടൊപ്പം തന്നെ ഓതേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അല്ലാഹുവെ പടച്ചവനെ, ഞാൻ ഈ സൂറത്തുൽ ഹജ്ജ് ഓതുന്നതിന്റെ പ്രതിഫലം കൊണ്ട്, മഹത്വം കൊണ്ട് അടുത്ത വർഷം എനിക്കും ഹജ്ജിന് പോകാനുള്ള അവസരം തരണേ അല്ലാഹ് എന്നൊക്കെ മനസ്സിൽ കരുതി ഓതിയാൽ അതിനും പുണ്യം കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. 3-ാമത്തെ കാര്യം ദിക്ർ ഔറാദുകൾ അധികരിപ്പിക്കുക. അതിൽപ്പെട്ട ഒരുപാട് ദിക്റുകൾ, നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അതുപോലെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
ഇങ്ങനെ എത്രയോ ദിക്റുകളുണ്ട്. അറിയാവുന്ന ദിക്റുകളൊക്കെ നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം നോമ്പിന്റെ കാര്യമാണ്. അൽഹംദുലില്ലാ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 9 വരെയുള്ള 10 വരെ 10ാമത്തെ ദിവസമാണല്ലോ പെരുന്നാൾ. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്നത് പോലെ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ വരികയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ നോമ്പിന്റെയോ വ്യാഴാഴ്ചത്തെ നോമ്പിന്റെ നിയ്യത്ത് വെച്ചാൽ അതിന്റെ പ്രതിഫലം കൂടി കിട്ടും. സാധാരണ ഈ സുന്നത്തായ നോമ്പിന്റെയൊക്കെ നിയ്യത്ത് വെക്കുമ്പോൾ തലേ രാത്രി തന്നെ നിയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, മറന്നു പോവണ്ട. ആദ്യം റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നു. ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് എന്നുകൂടി നമുക്ക് കരുതാൻ പറ്റുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. പ്രത്യേകിച്ച് ദുൽഹിജ്ജ 9 അന്ന്. ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ അറഫ ദിവസമാണ്. ഹാജിമാർക്ക് നോമ്പ് സുന്നത്തില്ല. ബാക്കിയുള്ളവരൊക്കെ പ്രത്യേകമായി നോമ്പെടുക്കൽ പ്രത്യേകം നല്ലതാണ്. യുക്കഫിറു സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തിലെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്നൊക്കെയാണ് ഈ നോമ്പിന്റെ പ്രതിഫലമായിട്ട്, അറഫ നോമ്പിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതല്ലാതെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പറ്റും പോലെ നോമ്പ് പിടിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരാനുണ്ട്. മറ്റൊരു കാര്യമാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. തക്ബീർ ചൊല്ലുക പെരുന്നാൾ ദിനത്തിൽ. ഇപ്പോൾ ദുൽഹിജ്ജ 10, 11, 12, 13, അതായത് 1ാം പെരുന്നാൾ, 2ാം പെരുന്നാൾ, 3ാം പെരുന്നാൾ, 4ാം പെരുന്നാളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ടും തക്ബീർ അധികരിപ്പിക്കേണ്ടത്. എങ്കിൽ ഈ ദുൽഹിജ്ജ 1 മുതൽ തന്നെ എന്താണ്, ഈ നമ്മുടെ ഉളഹിയത്ത് മൃഗങ്ങളെ കാണുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തക്ബീർ പറയൽ സുന്നത്താണ്. ആ കാര്യം മറന്നു പോവാൻ പാടില്ല. ഇനി മറ്റൊരു കാര്യമാണ് ഹജ്ജ് ഉംറ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിലാണുള്ളത്, നമുക്കിപ്പോൾ ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റൂല. പക്ഷേ ഹജ്ജ് ഉംറയും ചെയ്യുന്ന ആളുകളിൽ നമ്മുടെ വീഡിയോകൾ കാണുന്ന, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദ്വാരക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊക്കെ ദ്വാരക്കും. നമുക്കിപ്പോൾ ഹജ്ജ് ഉംറയും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് ഹജ്ജ് ചെയ്തതുപോലത്തെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് അമലുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് പുരുഷന്മാര് വീടുകളിൽ തന്നെ ഉളു എടുത്തിട്ട് നടന്ന് പള്ളിയിലേക്ക് പോവുക, അതിന് പ്രത്യേകമായ കൂലിയുണ്ട്. ഹജ്ജിന് പോകുന്ന കൂലി കിട്ടുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം, ഇതൊക്കെ പറഞ്ഞ് ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ ചെയ്താൽ അവിടെയും നമുക്ക് ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ഉളഹിയത്ത് ശ്രദ്ധിക്കുക. ഉളഹിയത്തിന്റെ കാര്യം ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ഉളഹിയത്തിൽ ചേർന്നിട്ടുണ്ട്. ഒരു ഉരുവിനെ തന്നെ, ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു മാടിനെ, പശുവിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ കാളയെയോ എരുമയോ ഒക്കെ അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകളുണ്ടാകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശക്തിമത്തായ സുന്നത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചര്യയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമം അത് നടപ്പാക്കലാണ്. ഹാജിമാരോടുള്ള ഐക്യദാർഢ്യമാണ്. അതൊക്കെ ഉളഹിയത്തിന്റെ ആ ഒരു ഉദ്ദേശത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഉളഹിയത്തുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഈ നഖം മുടിയൊക്കെ നീക്കം ചെയ്യാനുള്ള ആളുകൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താണ്, അതൊക്കെ നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി നിൽക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് അതിനി എന്നാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മൃഗത്തെ നിങ്ങൾ അറുക്കുന്നത് അന്നേ നമുക്ക് പിന്നെ അത് വെട്ടാൻ പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യമാണ് നല്ലവണ്ണം ദുആ ചെയ്യുക, നല്ലവണ്ണം ദുആരക്കുക. എല്ലാ സമയത്തും ദുആ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ. ഇങ്ങനെ അറിയാവുന്ന ദുആകൾ അറബിയിലും മലയാളത്തിലൊക്കെ ആയിട്ട് ധാരാളം ദുആ ചെയ്യുക. അതുപോലെ തന്നെ സ്വതക്കകൾ അധികരിപ്പിക്കുക, കുടുംബ ബന്ധം ചേർക്കുക, രോഗികളെ സന്ദർശിക്കുക, ആരെങ്കിലും ഇങ്ങോട്ട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പിണക്കം അങ്ങോട്ട് പോയി തീർക്കുക. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, സ്വലാത്തുകൾ ധാരാളമായിട്ട് പറയുക, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ അധികരിപ്പിക്കുക, സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്യുക. ഇതൊക്കെയാണ് ഈ ദുൽഹിജ്ജ മാസത്തിൽ എന്നല്ല എപ്പോഴും ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ അൽഹംദുലില്ലാഹ്, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിലും അതല്ലാത്ത ദിവസങ്ങളും ശ്രദ്ധിക്കേണ്ട
ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് പറഞ്ഞ എനിക്കും കേട്ട നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിരവധി ആളുകളാണ് ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ മാറ്റി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.